മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. യോऽന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലചക്രിധരസ്വധാമ്നാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഭള്ളുള്ളിലരാത്ത നിർമ്മലതയും നിസ്വാർത്ഥമാം ഭക്തിയും ഉള്ളിൽ പെയ്തലിഞ്ഞ ഭഗവൽ സപ്താഹപീയൂഷവും തള്ളിത്തള്ളി നിറഞ്ഞുയർന്നമൃതമാം സതീർത്തി തന്മൂർത്തിയാം മള്ളിയോർ ശങ്കരവിപ്രവർയസുകൃതം തുഭ്യം നമസ്തേ നിശം. സദ്ഗുരുഭ്യോ നമഃ. ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. പതിവുപോലെ ഉള്ള ആൾക്കാരെയൊക്കെ കാണുന്നില്ല. എന്തായാലും നമുക്ക് ആരംഭിക്കാം. ഭാഗവതത്തിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ അല്ലേ, നല്ല ഉച്ച സമയമാണ്. തമോ ഗുണപ്രധാനമായിട്ടുള്ളൊരു അന്തരീക്ഷം. അതിനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കണം. ഏത് സമയവും നമുക്ക് അല്ലേ സത്വഗുണപ്രധാനത്തോടുകൂടി തന്നെ ഇരിക്കാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് തൽക്കാലമുള്ള ആ ഭൗതിക വ്യവഹാരത്തിലുള്ള ഉത്തരവാദിത്വങ്ങൾ എല്ലാം താഴെ വെച്ച് മനസ്സ് തുറന്ന മനസ്സോടുകൂടി ഭാഗവതത്തിൻ്റെ മുമ്പിലേക്ക് നമുക്ക് വരാം. ഭാഗവതത്തിൽ
എന്തൊക്കെയാണ് നമ്മളുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതായുള്ള തത്വവിചാരങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നത് മുഴുവൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കണം. അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മളുടെ മനസ്സിൽ ശുദ്ധതയുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് തെളിഞ്ഞു വരുള്ളൂ, അല്ലേ? നമ്മൾ പറഞ്ഞു, ഒരു ഗ്രന്ഥമായിക്കോട്ടെ, ഒരു ഗുരുനാഥനായിക്കോട്ടെ, ലക്ഷ്യസ്ഥാനം അതിനെ വീണ്ടെടുക്കുക തന്നെയാണ്. നമ്മുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളെയൊക്കെ മാറ്റിക്കൊണ്ട് അതിനെ തിരക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് തുറന്ന മനസ്സോടുകൂടി തന്നെ, ശുദ്ധമായിട്ടുള്ള മനസ്സോടുകൂടി തന്നെ ഭാഗവതത്തിൻ്റെ മുമ്പിലേക്ക് വരാം. മനസ്സ് പല രീതിയിലുള്ള വികാരങ്ങളിൽ അടിപ്പെട്ടിരിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ അതിനൊക്കെ ഒന്ന് കുറച്ച് നേരത്തെ എല്ലാ ഫലങ്ങളും, അല്ലേ, നമ്മൾ പറഞ്ഞു, പതിവ് പോലെ പറയുന്ന പോലെ തന്നെ ഇന്ദ്രിയങ്ങൾ പല അവസ്ഥയിലേക്ക് നമ്മളെ വിളിച്ചു കൊണ്ടുപോകും. ആ ഇന്ദ്രിയങ്ങളെ നമുക്ക് പിടിച്ചു വലിച്ച് ഭാഗവതത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരിക. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? കുറച്ച് നേരത്തേക്ക് നമ്മൾ എല്ലാം മറന്ന് ഭാഗവതത്തിന് മുമ്പിലിരിക്കുക. മനസ്സ് ചാഞ്ചല്യം ഇല്ലാണ്ടിരിക്കുവാൻ വേണ്ടി. ബാത്റൂം ഭാഗവതത്തിലെ പറയുന്ന കഥകളായിക്കോട്ടെ, അതുപോലെ തന്നെ തത്വവിചാരങ്ങളായിക്കോട്ടെ, വിശ്വാസപൂർവം ആ വാക്കുകളെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകണം. മുത്തശ്ശൻ്റെ ഒരു പുതിയ ഇതുണ്ട്, വെള്ള ഇതുള്ള, അതിന് മുത്തശ്ശൻ്റെ കയ്യിൽ അവിടെ ഇരിപ്പുണ്ട്, വെള്ള അടപ്പുള്ള ഇപ്പോഴത്തെ. അപ്പം അങ്ങനെ ആ വിശ്വാസത്തോടു കൂടി തന്നെ അതിനെ സ്വീകരിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് ഉപകരിക്കുകയുള്ളൂ. അപ്പം അതും അങ്ങനെ 3 കാര്യങ്ങൾ. പിന്നീട് ഭാഷ, ആധ്യാത്മിക ഭാഷയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അല്ലേ, നമുക്ക് സ്വീകരിക്കേണ്ടത്. ശരി, ഇനി എന്തായിരുന്നു നമ്മൾ ഇന്നത്തെ അനുസ്മരിച്ച 4-ാമത്തെ അധ്യായത്തിന്റെ ഒരു ചെറിയ വിവരണം, അല്ലേ? അതിനെ ആ ചോദ്യങ്ങൾ 3 അധ്യായങ്ങളെ കൊണ്ട് ചോദിച്ചതിനൊക്കെ ഉത്തരം പറഞ്ഞതിന് ശേഷം 4-ാമത്തെ അധ്യായത്തിൽ ചോദിച്ചു, ഈ ഭാഗവതം എവിടെ നിന്നാണ് വരുന്നത്, ഏത് യുഗത്തിലാണ് ഇതുണ്ടായത് എന്നൊക്കെ ചോദിച്ച ചോദ്യം. അതിൽ നിന്ന് നമുക്ക് 3 പ്രതിഭാ സംഗമത്തെ കാണിച്ചു തരുന്നു, അല്ലേ? 6 പ്രതിഭകളെ കാണിച്ചു തന്നു. സൂതൻ, ഉഗ്രശ്രവസ്, ശൗനകാദികൾ, പിന്നെ വേദവ്യാസൻ, നാരദ മഹർഷി, ശ്രീശുഖബ്രഹ്മർഷി, പരീക്ഷിത് രാജാവ്. അപ്പം ഈ പ്രതിഭകളുടെ ആ പ്രതിഭാ സംഗമത്തിൽ നിന്നും അവലോകനം ചെയ്യുന്നതായിട്ടുള്ള വിഷയം ഭാഗവതമാണ് എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രസക്തി മുഴുവൻ ഏതിനാണ്? ഭാഗവത ഗ്രന്ഥത്തിനാണ്. അപ്പം ഭാഗവത ഗ്രന്ഥത്തിൻ്റെ മഹത്വം തന്നെയാണ് ആദ്യം സൂതനോട് അങ്ങോട്ട് പോകുന്നത്. അപ്പം സൂതൻ ആ ശൗനകാദികളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടുന്ന് മറുപടി പറയാൻ തുടങ്ങി. ഒരു വെള്ള ഡെപ്പി ഉണ്ടെന്ന്, പുതിയൊരു കണ്ണാടി ഒഴുകി കിട്ടിയതാണ്. അപ്പം ആ ശൗനകാദികൾ ആരാണ് എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇനി സൂതൻ, അല്ലേ, ഭാഗവതത്തെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് ഗൗരവപരമായിട്ട്. കാരണം ഓരോരുത്തർക്കും, ഓരോ ശിഷ്യന്മാർക്ക് ഓരോ തലമുണ്ട്. അപ്പം ആ തലത്തിനനുസരിച്ച് വേണം പറഞ്ഞു കൊടുക്കാൻ. ഓക്കെ, പിന്നീട് സൂതൻ പറഞ്ഞു തുടങ്ങി, അല്ലേ? വേദവ്യാസ മഹർഷിയുടെ, പരാശര മഹർഷിയുടെയും സത്യവതിയുടെയും പുത്രനായിട്ടുള്ള വേദവ്യാസ മഹർഷി
ദ്വാപര യുഗത്തിൻ്റെയും അവസാനവും കലിയുഗത്തിൻ്റെ ആരംഭവുമായിട്ട് യുഗസന്ധ്യയിൽ വേദവ്യാസൻ ജനിച്ചുവെന്നും ആ വേദവ്യാസൻ തൻ്റെ വ്യാകുലമായിട്ട് ഇരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് വ്യാകുല? ദുർഭഗാംശ ജനാൻ വീക്ഷ്യ, ദുർഭഗന്മാരായിട്ടുള്ള ജനങ്ങളുടെ അവസ്ഥ കണ്ട് വ്യാകുലപ്പെട്ട് ചിന്താമഗ്നനായിക്കൊണ്ട് ശമ്യാപ്രാസത്തിൽ ഇരുന്ന് ആ എൻ്റെ ആത്മസന്തോഷത്തിന് എന്താണ് അകാരണം എന്നുള്ളത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ കാരണം എന്താണ്, ആത്മസന്തോഷമില്ലായ്ക എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളതിനെ ആത്മഗതം ചെയ്യുന്നു. അങ്ങനെ ആത്മഗതം ചെയ്യുമ്പോഴാണ് അവിടെ തനിക്ക് തൻ്റെ ചോദ്യങ്ങൾക്ക്, അതാണ് ഈ ശുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ജിജ്ഞാസുക്കൾ എന്ന് പറയും, എന്തെങ്കിലുമൊക്കെ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും അവർക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഉത്തരം അവർക്ക് തന്നെ കിട്ടിക്കോളും. ആഗ്രഹം മാത്രം മതി. ഭാഗവതത്തിൻ്റെ വിഷയത്തിൽ ആണെങ്കിലും അതെ, ഏത് വിഷയത്തിലാണേലും ആ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ഒരു ഉപാധി ഭഗവാൻ തരും എന്നുള്ളതുപോലെ തന്നെ ഇതാ അവിടെ നാരദ മഹർഷി അവിടെ എത്തി അല്ലേ. നാരദ മഹർഷി വന്ന് നാരദ മഹർഷി ആരാണ്? ആ ഈശ്വരചിന്ത ചെയ്യുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരെ, ഈശ്വരചിന്ത ആഗ്രഹിക്കുന്നവരെ അവരെ ആ ഈശ്വരനിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ധർമ്മമാണ് നാരദ മഹർഷിയുടെ ഉള്ളിലുള്ളത്. അപ്പോൾ ആ സിറ്റിയിലൊക്കെ നോക്കിയോ, നോക്കി എവിടെയെങ്കിലും ഇവിടെ ഇരിക്കുന്ന ആ കണ്ണാടി എഴുതുക, ഇവിടെ ഇരിക്കുന്നില്ലല്ലോ. ആരാണോ ഈശ്വരനിലേക്ക് എത്താൻ തയ്യാറായിട്ടിരിക്കുന്നവരെ ഈശ്വരങ്കലിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക, അതാണ് നാരദ മഹർഷിയുടെ ദൗത്യം. അങ്ങനെ ആ നാരദ മഹർഷിയെ വിധിയാവണ്ണം പൂജിച്ച് ഇരുത്തി അല്ലേ. അവിടം വരെയാണ് നമ്മൾ 4-ാമത്തെ അധ്യായത്തിൽ അനുസ്മരിച്ചത്. ഇനി 5-ാമത്തെ അധ്യായം ആരംഭിക്കാം. അതുപോലെ തന്നെ ഇന്നലത്തെ നമ്മളുടെ ചോദ്യങ്ങൾ അല്ലേ, 3 ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആ മുത്തശ്ശൻ്റെ മുറിയിലെ ഒരു ഇതിലിരിപ്പില്ലേ, മൊബൈൽ വെക്കുന്നതിനകത്ത് ഒരു കണ്ണട അതിനകത്ത് ഞാൻ കൊണ്ടുപോയിട്ടില്ല. നോക്ക്, മുത്തശ്ശൻ്റെ മേശപ്പുറത്തെ എല്ലാം ഇതിനകത്ത് കാണുന്നു. പൊട്ടിയൊരു കണ്ണടയുണ്ട്. അപ്പം 5-ാമത്തെ അധ്യായത്തിൽ തുടക്കം തന്നെ പറയുകയാണ്, അഥ തം സുഖമാസീന ഉപാസീനം ബൃഹശ്രവാഹ ദേവർഷിപ്രാഹ വിപ്രഷിം വീണാപാണി സ്മയന്നിവ. ദേവന്മാരുടെ ഋഷി ആയിട്ടുള്ള, അല്ലെങ്കിൽ ദേവന്മാരിൽ ഋഷിയെ പോലെ ജീവിക്കുന്ന ആ നാരദ മഹർഷി, അതുപോലെ തന്നെ വിപ്രന്മാരുടെ കൂടെ ഋഷിയെ പോലെ ജീവിക്കുന്നതായുള്ള വേദവ്യാസ മഹർഷി, ആ നാരദ മഹർഷിയെ ഒരു ഇരിപ്പിടം കൊടുത്ത് പൂജിച്ച് കഴിഞ്ഞതിന് ശേഷം സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്ത് ഇരിപ്പിടം കൊടുത്ത് അവിടെ ആ വേദവ്യാസൻ്റെ ആ മുഖത്തെ പരിഭ്രമം മനസ്സിലാക്കിക്കൊണ്ട് എന്ന് വേണേൽ പറയാം. കാരണം നാരദ മഹർഷിയുടെ ജ്ഞാനം കൊണ്ട് ആരൊക്കെയാണോ ഈ എന്താ പറയുക ഭഗവത് സന്നിധിയിലേക്ക് എത്താൻ
തയ്യാറാകുന്നത് അവരെയൊക്കെ ജ്ഞാനദൃഷ്ടിയിലൂടെ വേദവ്യാസ മഹർഷിക്ക് കാണാൻ സാധിക്കുന്നു. കാണില്ല. അപ്പോൾ ആ നാരദ മഹർഷി മനസ്സിലാക്കിക്കൊണ്ട്, അതവിടെ സ്മയന്നിവ എന്ന് പറയുന്നത്, അഥതം സുഖമാസീന ഉപാസീനം ബൃഹശ്രവാഹ ദേവർഷിപാഹ വിപ്രഷീം വീണാപാണി സ്മയന്നിവ. ഒരു തൂമന്ദഹാസത്തോടുകൂടി ആ നാരദ മഹർഷി വേദവ്യാസ മഹർഷിയെ ഒന്ന് നോക്കി എന്നാണ് പറയുന്നത്. അവിടെ എന്തുകൊണ്ടാണ് ഒരു തൂമന്ദഹാസത്തോടു കൂടി എന്ന് പറഞ്ഞാൽ, എന്താണ് വേദവ്യാസ മഹർഷിയുടെ ന്യൂനത എന്നുള്ളത് ജ്ഞാനിയായിട്ടുള്ള ശ്രീനാരദ മഹർഷിക്ക് അറിയാം അല്ലേ? ശ്രീനാരദ മഹർഷി വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് മന്ദഹസിച്ചുകൊണ്ട് വേദവ്യാസ മഹർഷിയോട് സംസാരിച്ചു എന്ന് പറയുകയാണ്. കാരണം എന്തുകൊണ്ടാണ് വേദവ്യാസ മഹർഷിക്ക് ഇപ്പോൾ ഒരു ആത്മസംതൃപ്തി കിട്ടാത്തത്? കാരണം എല്ലാം ആ ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ ത്രിഗുണങ്ങൾക്ക് അടിസ്ഥാനമാക്കിക്കൊണ്ട് ജീവിക്കുന്നിടത്തോളം കാലം ഇപ്പോൾ ജ്ഞാനത്തിന് ഭ്രംശം വന്നുകൊണ്ടിരിക്കും അല്ലേ? നമ്മൾ പറയാറുണ്ട്, എത്രയൊക്കെ നമുക്ക് ജ്ഞാനം കിട്ടിയാലും നമ്മൾ അതിനെ എപ്പോഴും എന്ത് ചെയ്യണം? അതിനെ നിലനിർത്തിക്കൊണ്ട് പോയെങ്കിൽ മാത്രമേ അത് സ്ഥായിയായിട്ട് നിൽക്കുകയുള്ളൂ. പക്ഷേ അപ്പോൾ ഇവിടെയും ഇത്രയൊക്കെ ധർമാധർമ്മങ്ങളെ വേണ്ട രീതിയിൽ വിശകലനം ചെയ്ത് മനസ്സിലാക്കിക്കൊണ്ട് വേദവ്യാസ മഹർഷി പറയാൻ, അല്ലെങ്കിൽ വേദവ്യാസ മഹർഷി സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഭാരതം പോലെയുള്ള ബൃഹത് ഗ്രന്ഥം നിർമ്മിച്ച് കൊടുക്കാൻ തയ്യാറായി. എന്നിട്ടും അവിടെ നിന്ന് ഒരു ഫലമുണ്ടായില്ല എന്ന് പറയണമെങ്കിൽ എന്തുകൊണ്ടാണ്? അപ്പം യഥാർത്ഥമായിട്ടുള്ള ഒരു അനുഭവം തനിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. തനിക്ക് അനുഭവമായെങ്കിൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് അത് വേണ്ട രീതിയിൽ അനുഭവമായിട്ട് വരുള്ളൂ. ഓക്കെ, പിന്നെ ഈ നാരദന്റെ ഡ്യൂട്ടി പറഞ്ഞു അല്ലേ? നാരം പരമാത്മക വിഷയം ജ്ഞാനം യോദാതീതി നാരദ. എന്താണ്? തൻ്റെ ഉള്ളിലുള്ള ആ പരമാത്മ ചൈതന്യത്തിനെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നാരദന്റെ ലക്ഷ്യം. അപ്പം അതിനു വേണ്ടിയിട്ട് നാരദ മഹർഷി അത് മനസ്സിലാക്കിക്കൊണ്ട് ഇനി ചോദിക്കുകയാണ്. നാരദൻ ചോദിച്ചു, പാരാശര്യ മഹാഭാവ ഭവതഃ കച്ചിദാത്മന പരിതുഷ്യതി ശാരീര ആത്മാ മാനസ ഏവച. നല്ല ചിരിച്ചുകൊണ്ട് തന്നെ ആ നാരദ മഹർഷി ചോദിക്കുകയാണ്, അല്ല വേദവ്യാസ മഹർഷി എന്നല്ല വിളിച്ചത് അവിടെ, പിന്നെ എന്താണ് വിളിച്ചത്? പരാശരന്റെ പുത്രനായിട്ടുള്ള വേദവ്യാസ മഹർഷി. അതെന്തിനാണ്? കുറച്ചും കൂടെ ഈ സാധാരണ രീതിയിൽ ഒരാളെ, നമ്മളുടെ സുഹൃത്തുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ കുട്ടികളായിക്കോട്ടെ, അവരെ ആദ്യം അവരുടെ ഗുണങ്ങളെ ഉയർത്തി പറയുക. എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരിക്കൽ ജോത്സ്യന്റെ കാര്യവും പറഞ്ഞു അല്ലേ? ജോത്സ്യന്റെ അടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം പറഞ്ഞു കൊടുക്കും. ആ ഗുണങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം മാത്രമേ പിന്നീട്
എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് പറയുള്ളൂ. അപ്പോൾ കാരണം ഈ ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കിന് ഒന്ന് ശാന്തമാവും, അവിടെ ഒന്ന് മനസ്സൊന്ന് സമാധാനമാവും. അതുപോലെ തന്നെ ഇവിടെ വേദവ്യാസ മഹർഷിയെ നാരദ മഹർഷി എന്ത് ചെയ്തു? ആദ്യം തന്നെ ഒന്ന് ഉയർത്തി അവിടുന്ന്. പാരാശര്യ മഹാഭാഗ ഭവത കച്ചിതാത്മന പരിതുഷ്യതി ശാരീര ആത്മാ മാനസയേവച. പരാശരന്റെ മകനായിട്ടുള്ള വേദവ്യാസ എന്നാണ് അവിടെ അത് തന്നെ പറഞ്ഞത്. എന്ന പരാശര മഹർഷിയുടെ മകൻ എന്നുള്ള പറയാൻ കാര്യം, കാരണം വിശകലനം ചെയ്യുവാനുള്ള ഒരു ആധികാരിത്വം തൻ്റെ കുലത്തിൽ നിന്നും കിട്ടിയ വേദവ്യാസ അല്ലേ. പരാശര മഹർഷിയാണ് വിഷ്ണു സംഹിത രചിച്ചത്. ഒരു ബൃഹത് ഗ്രന്ഥമാണ് വിഷ്ണു സംഹിത. അതൊക്കെ വിഷയം ബ്രഹ്മവിഷയം തന്നെ. അപ്പം ആ ബ്രഹ്മവിഷയത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള വിഷ്ണു സംഹിത രചിച്ചതായിട്ടുള്ള പരാശര മഹർഷിയുടെ പുത്രനായിട്ടുള്ള വേദവ്യാസ മഹർഷി പിന്നെ മഹാഭാഗ, ഇത്ര കണ്ട് ഭാഗ്യം സിദ്ധിച്ച ഒരാളില്ല. കാരണം വേദങ്ങളെ തൊട്ട് ഒരു പഠിതാവ് എന്നുള്ള രീതിയിൽ വേദങ്ങളെ വിശകലനം ചെയ്ത് പഠിച്ച് അതിൻ്റെ രണ്ട് രീതിയിലും അതിനെ വ്യാഖ്യാനിച്ച് തർക്കിച്ച് വ്യാഖ്യാനിച്ച് ഒരു ഉത്തമമായിട്ടുള്ള ഒരു ഗ്രന്ഥത്തെ അങ്ങേക്ക് തയ്യാറാക്കാൻ സാധിച്ചു. അല്ലെങ്കിൽ ഈ വേദങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ എല്ലാം കഴിഞ്ഞ് ആ മഹാഭാരതം എന്നുള്ള ഇതിഹാസം അങ്ങേക്ക് സാധിച്ചിട്ടുള്ള അങ്ങയുടെ മനസ്സിന് അല്ലെങ്കിൽ ശരീരത്തിന് അങ്ങ് എഴുതി വച്ചിട്ടുള്ള ധർമ്മത്തെയും ആ ഈശ്വര തത്വത്തെയും ആത്മസാക്ഷാത്കാരം ആ ഈശ്വരത്വത്തെ വേണ്ടവണ്ണം അങ്ങേക്ക് ധരിക്കുകയില്ല എന്നാണ് സൂക്ഷ്മാർത്ഥത്തിലുള്ളത്. അതുകൊണ്ടാണ് ശരീര ആത്മാ മാനസ ഏവചാകുന്നത്. കാരണം ഭൗതികമായിട്ടുള്ള കഥയിൽ മാത്രമേ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വേദനിക്കുന്നതിനെ കുറിച്ച് നമ്മൾ അറിയുന്നുള്ളൂ. യഥാർത്ഥ ജ്ഞാനമുണ്ടെങ്കിൽ ഈ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ നമ്മൾ അറിയില്ല. നാരായണ 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 നാരായണ. ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഭൗതിക മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും ശാരീരികമായിട്ടും മാനസികമായിട്ടും അവിടെ ദുഃഖം വരരുതാത്തതാണ്. അതുകൊണ്ടാണ് എടുത്തു ചോദിച്ചത് പരിതുഷ്യതി ശരീര ആത്മാ മാനസയേവച. അങ്ങേക്ക് ശരീരത്തിന് എന്തെങ്കിലും അസൗഖ്യമുണ്ടോ? മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങേക്ക് ഇങ്ങനെ ഒരു മനസ്സിന് വിഷാദം അങ്ങയുടെ മുഖത്തുനിന്ന് കാണുന്നത് എന്ന് വേദവ്യാസ മഹർഷിയോട് ചോദിച്ചു. അപ്പൊ അവിടെ ഈ ചോദ്യം ഉള്ളിൽ ഒരു സൂക്ഷ്മാർത്ഥം കിടപ്പുണ്ട്. വ്യാശിഷ്ടം ജഗത് സർവം എന്നാണ് പറയുക. എന്താണ്? വ്യാസന്റെ ഉച്ഛിഷ്ടം എന്തോ അതേ ഉള്ളൂ ഇന്ന് ലോകത്തുള്ളത് മുഴുവൻ. അപ്പൊ വ്യാസൻ ആരാണ്? അത്രകണ്ട് ഉയർന്ന തലത്തിൽ ഇരിക്കുന്ന ആ ജ്ഞാനിയായിട്ടുള്ള വേദവ്യാസൻ ഇങ്ങനെ ഒരു ദുഃഖം വരാൻ യാതൊരുവിധ കാരണങ്ങളും കാണുന്നില്ല. കാരണം എല്ലാ മേഖലകളിലും ഇങ്ങനെ ദുഃഖം കാരണം. പിന്നെ മൂന്നാമത്തെ ശ്ലോകം
ജിജ്ഞാസിതം സുസമ്പന്നം അപിതേ മഹദത്ഭുതം കൃതവാൻ ഭാരതം യസ്ത്വം സർവാർത്ഥ പരിബൃംഹിതം. അങ്ങ് ജിജ്ഞാസിതം സുസമ്പന്നം ജിജ്ഞാസിതം സുസമ്പന്നം അപിതേ മഹദത്ഭുതം കൃതവാൻ ഭാരതം യസ്ത്വം സർവാർത്ഥ പരിബൃംഹിതം. ഇത്ര വ്യാകുല ചിത്തനാകേണ്ട കാര്യമില്ല. കാരണം അങ്ങ് അറിയുന്നത് എന്തിനെയാണ്? ബ്രഹ്മത്തെ, അല്ലേ? അപ്പം ജിജ്ഞാസിതം അപിതേ മഹദത്ഭുതം കൃതവാൻ ഭാരതം യസ്ത്വം സർവാർത്ഥ പരിബൃംഹിതം. അവിടെ പറയാണ്, മഹാഭാരതം പോലെയുള്ള ബൃഹത് ഗ്രന്ഥം അങ്ങ് എഴുതിയത് തന്നെ അങ്ങയുടെ ആ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ധർമ്മവും അർത്ഥവും, ധർമ്മം അതുപോലെ അധർമ്മം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ധരിച്ചുകൊണ്ട് ആ ധർമാധർമ്മങ്ങളെ വിവക്ഷിച്ചുകൊണ്ട് സാക്ഷാൽ ബ്രഹ്മം എന്ന് പറയുന്നത്, ഈശ്വരൻ എന്ന് പറയുന്നത്, ബോധസ്വരൂപനായിട്ടുള്ള ആ ഈശ്വരനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് അങ്ങേക്ക് ഉറപ്പിച്ചു പറയണമെങ്കിൽ ജിജ്ഞാസിതം അധീതം ച, അങ്ങ് അതിൽ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എത്ര അത്ഭുതത്തോടു കൂടി തന്നെയാണ് ആ ഒരു ഗ്രന്ഥം എഴുതിയിരിക്കുന്നത്. ഇത്രയൊക്കെ എഴുതിയതിന് ശേഷമാണ്, അല്ലെ, ഊർധ്വബാഹുർ വിരൗമ്യേഷ നചകശ്ചിൽ ശൃണോതിമേ ധർമാദർദ്ധശ്ച കാമശ്ച സധർമ്മ കിംന്നു സേവ്യത്തെ. രണ്ട് കൈ ഉയർത്തി ചോദിക്കുകയാണ് ആൾക്കാരോട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഭാരതത്തിന്റെ മുമ്പിലേക്ക് നിങ്ങൾ വരാത്തത്? സധർമ്മ കിംന്നു സേവ്യതേ, എന്തുകൊണ്ട് നിങ്ങൾ ധർമ്മം ചെയ്യാൻ തയ്യാറാവുന്നില്ല? അതിൽ പറയുന്നു, ധർമ്മേച അർത്ഥേച കാമേച മോക്ഷേച ഭരതർഷഭ ഇതിഹാസി യദന്യത്ര എന്നേഹാസ്തി നക്വചിൽ. ശാസ്ത്രത്തിന്റെ മഹത്വം പറയുകയാണ്. ഇതിഹാസ്തി യദന്യത്ര, ഇതിലുള്ള അറിവുകൾ എവിടെ ചെന്നാലും കാണാൻ സാധിക്കുകയില്ല. മഹാഭാരതമുള്ള പോലെയുള്ള ബൃഹത് ഗ്രന്ഥത്തിലുള്ള സകലമാന വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവും അതിൽ കാണിക്കുന്നു. അപ്പൊ ആ ഭാരതത്തിൽ ഉള്ള അറിവുകൾ വെച്ച് ഈ അറിവുകൾ മറ്റൊരു ദിക്കിൽ ചെന്നാൽ കാണാൻ സാധിക്കില്ല, മറ്റൊരു ഗ്രന്ഥം പരിശോധിച്ചാൽ കാണാൻ സാധിക്കില്ല. പിന്നെയോ എന്നേഹാസ്തി നക്വചിൽ, ഇനി മറ്റുള്ളവയിൽ ഉള്ള ഏത് ജ്ഞാനമായിക്കോട്ടെ അതെല്ലാം എന്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്? മഹാഭാരതത്തിൽ. അത്രയും ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ഉത്തമ സൃഷ്ടി തന്നെയാണ് ശ്രീ മഹാഭാരതം. ആ മഹാഭാരതം തന്നെ ഒരു അഗ്രഗണ്യ സ്ഥാനം, ഇന്നും അതിന് ഉപരിയായിട്ടൊരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അവിടെ പറയാണ്, ഭക്തിയാഹി നിത്യകാമിത്വം നതു മുക്തിം വിനാഭവേത് അത കാമിതയാവാപി മുക്തിർ ഭക്തിമതാം ഹരി. മുക്തിം ഭക്തിമതാം ഹരൗ. കാരണം ഇവിടെ ഭക്തന്മാരോട് അല്ലെങ്കിൽ ഭക്തിയോടുകൂടിയിട്ട് ഭഗവാനെ സ്നേഹിക്കുന്ന ഒരു രീതിയാണെങ്കിൽ അവര് മുക്തി ആഗ്രഹിക്കില്ല, അല്ലെ? നതാം മുക്തിം വിനാ ഭവേത്. മുക്തിയുടെ അടിസ്ഥാനത്തില് അല്ലെങ്കിൽ മുക്തിക്ക് വേണ്ടിയിട്ട് ഭക്തന്മാര് ആഗ്രഹിക്കാറുമില്ല. എന്നാൽ എന്താണ്? മുക്തിം ഭക്തിമതാം ഹരോ. ഭഗവാന്റെ ഭക്തന്മാര് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എന്താണ്? അവര് മുക്തന്മാരാണ്. മുക്തന്മാരായവർക്കേ ഭക്തനാകാൻ സാധിക്കുകയുള്ളൂ. അതാണ് അതിനകത്ത് വേറൊരു വൈശിഷ്ട്യം. അപ്പൊ ആ കാര്യത്തിൽ നോക്കിയാലും അങ്ങയുടെ മഹത്വം വെച്ച് നോക്കി കഴിഞ്ഞാൽ ഭക്തോത്തമനായിട്ടുള്ള ആ രീതിയിൽ നോക്കിയത് പോലും അങ്ങ് ജിജ്ഞാസിതം സുസമ്പന്നം അഭിതേ മഹദ് അത്ഭുതം. അത്ഭുതമാണ്. അങ്ങയുടെ മുഖത്ത് ഒരു വിഷാദം വരരുത്. ഇത്ര ജ്ഞാനസമ്പന്നനായിട്ടുള്ള, ഭഗവാനെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള
ആ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയേ ഉണ്ടാകാവുള്ളൂ, അല്ലേ? ആദ്യം തന്നെ പറഞ്ഞു സ്മയന്നിവ, നല്ല പുഞ്ചിരിയോടുകൂടി തന്നെയാണ് നാരദ മഹർഷി ചോദിച്ചതിൻ്റെ അർത്ഥം. അപ്പം അങ്ങയുടെ ആ പക്വമായിട്ടുള്ള അന്വേഷണത്തിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള ആ ജ്ഞാനത്തെയാണ് അങ്ങ് ഈ ഭാരതത്തിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനി വേദത്തിലാണേലും എന്താണ്? കിംവിധത്തെ കിമാചഷ്ടേ അവികൽപ്പയേ ഇത്യസ്യാഹൃദയേ ലോകേ നാന്യോ വേദകശ്ചന. ഉദ്ധവനോട് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഉദ്ധവ, ഈ വേദം എന്ന് പറയുന്നത്, അല്ലേ, നമ്മൾ പറഞ്ഞു 3 കാണ്ഡങ്ങളാണ് വേദം. ജ്ഞാനകാന്ഡം, കർമ്മകാന്ഡം, ഉപാസനാകാന്ഡം, ത്രികാണ്ഡ വിഷയോ വേദ. ഈ 3 കാണ്ഡങ്ങളെയും വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് തയ്യാറാവുന്നുണ്ടെങ്കിൽ ഉദ്ധവ, അതൊരു സാധ്യമല്ല ഉദ്ധവ. എന്താണ് കാരണം? കാരണം ഈ വേദത്തെ മനസ്സിലാക്കണമെങ്കിൽ ആർക്കേ സാധിക്കൂ? അത് ആ വേദസ്വരൂപനും വേദത്തെ മനസ്സിലാക്കുന്ന വ്യക്തിയും ഒക്കെ ആരാണ്? ഞാൻ തന്നെയാണ്. അതെനിക്ക് മാത്രമേ ഇനി ആ വേദത്തെ മനസ്സിലാക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ഇനി അതിനു വേണ്ടിയിട്ട് ആരും ഇടപെടണമെന്നില്ല എന്ന് ഉദ്ധവനോട് പറയുന്നുണ്ട് വേദത്തിന്റെ മഹത്വം. അപ്പം അതും ഒരു കാരണമായിട്ട് എടുക്കാം, അല്ലേ? ഇവിടെ കാരണം തനിക്ക് അറിയാം എന്നുള്ള രീതിയിലാണോ ആ മറ്റുള്ളവർക്ക് പറഞ്ഞു വെക്കാൻ തയ്യാറാവുമ്പോൾ ഒരു ചെറിയൊരു അഹങ്കാരം ഉള്ളിലുണ്ടാവാം. സാഹങ്കാരം എന്ന് പറയും, നല്ല അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഈ അഹങ്കാരം ഇല്ലാതാവണമെങ്കിൽ എന്ത് വേണം? ഇല്ലാതാവണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ശുദ്ധത ഉണ്ടാവണം. നമ്മൾ എന്നാണോ നമ്മളുടെ ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടുമാണ് ഓരോ പ്രവൃത്തികളും ചെയ്യുന്നത് എന്ന് വിചാരിച്ചാൽ അവിടെ ആരുണ്ടാവില്ല? ഈശ്വരൻ ഉണ്ടാവില്ല. അപ്പൊ ഈശ്വരന്റെ ഒരു മഹിമ അല്ലെങ്കിൽ ഈശ്വരന്റെ ഒരു അനുഗ്രഹക്കുറവാണോ കാരണം എന്നുള്ള സംശയാസ്പദമായിട്ടുള്ള രീതിയിലാണ് നാരദ മഹർഷിയുടെ സംഭാഷണങ്ങൾ. എന്തായാലും നമുക്ക് നോക്കാം. ജിജ്ഞാസിതമധീതം ച ബ്രഹ്മം യത്തൽ സനാതനം അഥാപി ശോചത്യാത്മാനം അകൃതാർത്ഥ ഇവ പ്രഭോ. അത് തന്നെയാണ് വീണ്ടും പറയുന്നത്. അങ്ങ് എന്താണ് അങ്ങ് അറിയാൻ അങ്ങ് തയ്യാറായത് എന്തിനെ കുറിച്ചാണ്? ബ്രഹ്മം യത് സനാതനം, സനാതനമായിട്ടുള്ള ഒരിക്കലും നാശമില്ലാത്ത ഒരു വസ്തു ഉണ്ടെങ്കിൽ അത് ആ ഈശ്വരൻ മാത്രമേ ഉള്ളൂ, ആ ബോധം മാത്രമേ ഉള്ളൂ നാശമില്ലാത്ത ഒരു വസ്തു എന്ന് പറയുന്നത്. അപ്പം ആ ബ്രഹ്മത്തെക്കുറിച്ച് അങ്ങ് അറിയാൻ ശ്രമിച്ചതും അങ്ങ് അറിവ് നേടിയതും, എന്നിട്ടും അങ്ങയുടെ മുഖത്ത് ഇങ്ങനൊരു അകൃതാർത്ഥത വന്നതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല. അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് അങ്ങ് ഒന്ന് പറയണം എന്ന് നാരദ മഹർഷി പറഞ്ഞു. കാരണം ഇതൊക്കെ നാരദ മഹർഷി അത്ഭുതപ്പെട്ട് തന്നെയാണ് ചോദിക്കുന്നത്, അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ശരിക്ക്? അതായത് രോഗി ഡോക്ടറുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ടും രോഗിയുടെ രോഗകാരണം എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. വൈദ്യന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാല് എല്ലാ കാര്യങ്ങളും വൈദ്യനോട് പറഞ്ഞു മനസ്സിലാക്കിയിട്ടും ആ വൈദ്യന് വേണ്ടതായിട്ടുള്ള ഒരു രോഗനിർണയത്തെ ചെയ്യാൻ സാധിക്കുന്നില്ല. ആ രോഗനിർണയം ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മൾ തുറന്ന് നമ്മളുടേതായിട്ടുള്ള അനുഭവങ്ങളെ വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞാൽ മാത്രമേ ആ വൈദ്യനെ വേണ്ട രീതിയിൽ അതിനെ വിധിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അവിടെ സ്വയം ചിന്തിച്ചു, അല്ലേ? വേദവ്യാസ മഹർഷി സ്വയം ചിന്തിച്ചു. കിവാ ഭാഗവതാധർമ്മ ന പ്രായേണ നിരൂപിതാഹ എന്നൊക്കെ പറഞ്ഞു. ഞാനിനി ഭഗവാന്റെ ധർമ്മങ്ങളെക്കുറിച്ച് പരമഹംസന്മാരായിട്ടുള്ള ഭാഗവതോത്തമന്മാർക്ക് വേണ്ടിയിട്ട് വേണ്ട രീതിയിൽ ഞാൻ വിശകലനം ചെയ്തിട്ടില്ല. അതുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനൊരു ആത്മസംതൃപ്തി കിട്ടാത്തത് എന്നൊക്കെ
വിചാരിച്ചു. പക്ഷേ യഥാർത്ഥമായിട്ടുള്ള രോഗകാരണം അങ്ങ്